അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ.ടി. ജലീൽ. മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത്. ഇതിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിലും തലസ്ഥാനത്ത് ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലുമാണ് സർക്കാർ തീരുമാനം. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ.ടി. ജലീൽ വ്യക്തമാക്കി. ആക്രമണകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ ഒരു പ്രത്യേക മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തെരുവുനായ്ക്കളെ കൊല്ലുന്ന ജനങ്ങൾക്കെതിരെ കേസെടുക്കില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. നായ്ക്കളുടെ വന്ധീകരണത്തിനും ആക്രമണകാരികളെ കൊല്ലുന്നതിനുമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ വ്യക്തമാക്കി. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രതിസന്ധിയാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ വി കെ പ്രശാന്തും വ്യക്തമാക്കി. അതേസമയം പേവിഷ പ്രതിരോധ വാക്സിൻ ലോബി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്ക് പരിഹാരമായി കേന്ദ്രീകൃത പദ്ധതിയുമായി ജപ്പാൻ സംഘം വന്നിട്ടുണ്ടെന്നും ഇതിൽ ആദ്യ പരീക്ഷണ പദ്ധതി കൊച്ചിയിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇതുതന്നെയാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം മന്ത്രി കെ ശൈല ടീച്ചർ തത്സമയം ചേരും. രാഹി രവികുമാർ ഡെപ്യൂട്ടി മേയർ, ഒപ്പം ഡോക്ടർ അരുൺ ഡിസ്ട്രിക്ട് സെക്രട്ടറി, തിരുവനന്തപുരം കേരള വെറ്ററിനറി അസോസിയേഷൻ, ജോർജ് ജോസഫ് റിട്ടയർഡ് SP, അഡ്വക്കേറ്റ് ഹരി എസ് നായർ, നായ സ്നേഹി, പീപ്പിൾ ഫോർ ആനിമൽ എന്ന സംഘടനയുടെ ട്രസ്റ്റിയാണ്, ജയേഷ് കുട്ടമത്ത് പൊതുപ്രവർത്തകൻ കൂടി ചർച്ചയിൽ തത്സമയം ചേരും. അതിഥികളിലേക്ക് എത്തും മുൻപ് ചെറിയൊരു ഇടവേളയിലേക്ക് മിനിസ്റ്ററിലേക്ക് പോകുന്നു. മിനിസ്റ്റർ, എന്തായാലും സർക്കാർ ഇന്ന് കൈക്കൊണ്ടിരിക്കുന്ന നിലപാടിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പുതിയ നിലപാടല്ല, നേരത്തെയുള്ള നിയമം കൂടുതൽ ബലപ്പെടുത്തുമ്പോൾ ഒട്ടേറെ വെല്ലുവിളികൾ ഒരുപക്ഷെ മുന്നിൽ ഉണ്ടായിരിക്കാം. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒക്കെ, ഈ വെല്ലുവിളികളൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണോ കൈക്കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചൊക്കെ ഉള്ള പ്രായോഗിക തലങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും? വ്യക്തമായ കാര്യങ്ങളെ വിലയിരുത്തിയാൽ. ഹലോ. കേൾക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എന്നോടല്ലേ? അതെ അതെ. തെരുവുനായ്ക്കളുടെ പ്രശ്നമല്ലേ പറഞ്ഞത്? തീർച്ചയായും. തെരുവുനായ്ക്കളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ലേ പറഞ്ഞത്? അതെ അതെ. കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തെരുവുനായ്ക്കളുടെ എണ്ണം വളരെയേറെ പെരുകിയതും അതിൻ്റെ ഭാഗമായിട്ട് ചില ജീവൻ നഷ്ടപ്പെടാനിടയായിട്ടുള്ളതുമായിട്ടുള്ള സംഭവം നമ്മളെല്ലാം ഞെട്ടിച്ചിട്ടുള്ളതാണ്. കാരണം തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള ഒരു സ്ത്രീയുടെ അതിദാരുണമായിട്ടുള്ള ഒരു സഹോദരിയുടെ അന്ത്യം നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. അതിനു മുമ്പ് തന്നെ ഒരുപാട് കുട്ടികളുടെ മുഖമൊക്കെ കടിച്ചു പറിച്ച് ആളുകളുടെ ശരീരത്തിലൊക്കെ വലിയ മാരകമായ മുറിവേൽപ്പിച്ചുകൊണ്ട് വലിയ അപകടം ഉണ്ടാക്കി വെക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് തെരുവുനായ്ക്കളുടെ എണ്ണം കുറച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ കുറക്കാൻ ശ്രമിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമപരമായിട്ട് തന്നെ അക്രമവാസന കാണിക്കുന്ന തെരുവുപട്ടികളെ കൊല്ലാൻ നിയമപരമായിട്ട് തന്നെ അനുവാദമുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ജീവികളെയും കൊല്ലണമെന്ന് ആരും പറയാൻ തയ്യാറാവില്ല. പക്ഷേ ഇവിടെ ചെറിയ കുട്ടികളെ, പിഞ്ചു കുട്ടികളെ അടക്കം അതിക്രൂരമായ രീതിയിൽ കടിച്ച് മുറിവേൽപ്പിക്കുകയും ദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ രക്ഷിക്കുന്നതിന് മനുഷ്യൻ്റെ ആയാലും പട്ടിയുടെ ആയാലും എല്ലാം ജീവന് വിലയുണ്ട്. ഇത് മനുഷ്യജീവിതം അപകടത്തിലാക്കുന്ന രീതിയിൽ അക്രമാസക്തമാകുമ്പോൾ അങ്ങനെ പേയിളകിയ പട്ടികളെ അല്ലെങ്കിൽ അക്രമ പ്രവണത കാണിക്കുന്ന പട്ടികളെ കൊല്ലാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് നിയമം കാണിക്കുന്നത്. അതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത്തരത്തിലുള്ളൊരു ഉത്തരവ് നൽകിയിരുന്നത്. ഇത് മാത്രമല്ല, പട്ടികളുടെ ഈ വർധനവ് തടഞ്ഞേ മതിയാവുകയുള്ളൂ. അതിനെല്ലാ പട്ടികളെയും കൊന്നുകളയുകയല്ല പരിഹാര മാർഗം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. അതിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി രാജുവും, അതുപോലെ തന്നെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്ക് പങ്കെടുക്കാൻ എന്തോ പ്രയാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ആളുകൾ പങ്കെടുത്തിരുന്നു. പഞ്ചായത്ത് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്.
ആ തീരുമാനങ്ങൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പട്ടിശല്യം കുറക്കുന്നതിനും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനും സാധിക്കും. മിനിസ്റ്റർ അവിടെയാണ് കാരണം 2001 അനിമൽ ബർത്ത് കൺട്രോൾ റൂള് ഉണ്ട്, ഹൈക്കോടതിയുടെ പല കുറിയുള്ള നിർദ്ദേശങ്ങളുണ്ട്, സുപ്രീം കോടതി പോലും ഇത്തരം ഘട്ടങ്ങളിൽ ഇടപെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടും എന്തേ നമുക്ക് ഇത്ര നാൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനോ പ്രായോഗിക തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല? കാരണം ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ടി വരുന്ന ഒരു ഘട്ടമാണ്. ഇതുകൂടി ഇന്ന് സർക്കാർ പ്രഖ്യാപിച്ച ആ ഇച്ഛാശക്തിയുടെ പ്രായോഗിക സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഇരകളാകുന്ന ഓരോ ആളുകൾക്കും സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രഥമ പരിഗണന മനുഷ്യൻ്റെ ജീവനാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് നടപ്പാകാതെ പോയി? ഇതൊരു പുതിയ നിയമം ഒന്നുമല്ല, എഴുതി ചേർക്കപ്പെട്ട ഒരു കാര്യങ്ങളുമല്ല. അതെ, പഴയ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ട് നടക്കാതെ പോയി എന്നുള്ളത് അത് നമുക്കൊരു വശത്ത് ചെയ്യാം. പക്ഷേ ഈ ഗവൺമെൻറ് ഇപ്പോൾ ആ പഴയ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴുള്ള അലസതയിൽ ഒതുങ്ങി നിൽക്കാനല്ല ആഗ്രഹിക്കുന്നത്, അടിയന്തരമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള ഇച്ഛാശക്തി കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ആ ഇച്ഛാശക്തി പിന്തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതം രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ ടൈം ബൗണ്ടായിട്ട് ഇന്നലെ തന്നെ തീരുമാനം എടുത്തു. അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല നൽകി. ഞങ്ങൾക്കെല്ലാം അതിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട്. അവനവൻ്റെ ജില്ലകളിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഈ കാര്യം നടപ്പിലാക്കുന്നതിനാവശ്യമായ ചുമതല എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ചുമതല നൽകുക മാത്രമല്ല, പുനഃപരിശോധന ഉണ്ടാകും. തിരുവനന്തപുരത്ത് വളരെ പെട്ടെന്ന് തന്നെ പട്ടികളെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നതിന് എല്ലാ തീരുമാനവും എടുത്തു കഴിഞ്ഞു. ആ പട്ടികളെ പിടിച്ചു കൊണ്ടുപോയാൽ വന്ധ്യം കരിച്ചതിന് ശേഷം എവിടെയാണ് അതിനെ സംരക്ഷിക്കേണ്ടത്, എപ്പോഴാണ് അതിനെ പുറത്തേക്ക് വിടേണ്ടത്, ആ കാര്യങ്ങളെല്ലാം ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഏതായാലും അതൊരു തുടർ പ്രക്രിയയായിട്ട് നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പട്ടികളെ ആകെ വന്ധ്യം കരിക്കുന്നത് വരെ ക്യാമ്പുകൾ വെച്ചുകൊണ്ട് തന്നെ, പ്രത്യേക ക്യാമ്പുകൾ വെച്ചുകൊണ്ട് വന്ധ്യീകരണ പ്രക്രിയ നടക്കും. ഇതിൽ ഡോക്ടർമാരുടെ അഭാവമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ് ഡോക്ടർമാർ മാത്രമല്ല, സ്വകാര്യ മേഖലയിലുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ കൂടി സഹായം തേടുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വന്ധ്യീകരണമൊക്കെ നടത്തിയതിന് ശേഷം പട്ടികൾ എവിടെ സംരക്ഷിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. അതിനും ഞങ്ങൾ ഈ മൃഗസ്നേഹികളായിട്ടുള്ള ഇവയെല്ലാം സംരക്ഷിക്കുന്ന ചില NGOകളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. അത്തരം സംഘടനകളെ ആകെ അവർ സ്വാഭാവികമായിട്ടും ഇതിന് ശബ്ദം ഉയർത്തുന്നവരാണ്. അവരെ എല്ലാം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആ സംഘടനകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിനും ആലോചിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വിവിധ ക്യാമ്പുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുണസ് ചേരുന്നു. ഡോക്ടർ, ഇവിടെ അക്രമകാരികളായ നായ്ക്കളെ പിടികൂടുക, അതിനെ കൊല്ലുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയതല്ല കാര്യങ്ങൾ. പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിഷ്പക്ഷമായി പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഏറെയില്ലേ? എങ്ങനെ ക്രൂര സ്വഭാവം അല്ലെങ്കിൽ അഗ്രസീവ്നെസ് കാണിക്കുന്ന നായ്ക്കളെ എങ്ങനെ തിരിച്ചറിയാം? അതിന് എന്ത് മാർഗമാണ് നമ്മുടെ മുന്നിലുള്ളത്? ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ വെല്ലുവിളികൾ കൺമുന്നിലില്ലേ? തീർച്ചയായിട്ടും. ഒന്ന്, നമുക്ക് തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ അഗ്രസീവ് എന്ന കാറ്റഗറിയിൽ ഏതിനെയൊക്കെ ഉൾപ്പെടുത്തണം? തീർച്ചയായിട്ടും പാക്ക് ബിഹേവിയർ, കൂട്ടത്തോടെ ആക്രമിക്കുന്ന നായ്ക്കളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് സംഭവിച്ച ഒരു ദാരുണമായ ഒരു വൃദ്ധയുടെ ഒരു മരണം. തീർച്ചയായിട്ടും അവിടെ സംഭവിച്ചത് ഒരു കൂട്ടം നായ്ക്കളാണ്. അപ്പോൾ പാക്ക് ഓഫ് ഡോഗ്സ് എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു? 6ൽ കൂടുതൽ നായ്ക്കൾ കൂട്ടമായി ചേരുന്നതിനെയാണ് നമ്മളൊരു പാക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവ തീർച്ചയായിട്ടും ഒരു കൂട്ടമായി വസിക്കുമ്പോൾ ഇതിനൊരു പഴയ ചെന്നായയുടെ സ്വഭാവം വരുന്നു, ഇതൊരു പാക്കായി മാറുന്നു, ഇതൊരു അഗ്രസീവ് ടെൻഡൻസി കാണിക്കുന്നു. ഇത് തിരിച്ചറിയുന്നത് നമുക്കിതിനെ ഓരോന്നിനെയായിട്ട് കൊന്നൊടുക്കുക എന്നത് പ്രായോഗികമായി അഗ്രസീവ് അല്ല, ഈ ഒരു നിയമത്തിനുള്ളിൽ അതിനുള്ള യാതൊരു മാർഗങ്ങളുമില്ല. ഈ നിയമത്തിൽ അഗ്രസീവ് ഡോഗ്സിനെ കൊല്ലുന്നതിനായിട്ട് യാതൊരു വിധത്തിലുള്ള നിയമവും ഈ അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസിൽ പറയുന്നില്ല. നമുക്ക് ചെയ്യാൻ പ്രായോഗികമായി സാധിക്കുന്നത് ഈ പാക്ക് ബിഹേവിയർ ഒഴിവാക്കുക എന്നതാണ്. അതിനുവേണ്ടി അടിസ്ഥാനപരമായി ചെയ്യാൻ പറ്റുന്നത് സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം തന്നെയാണ്. അത് പക്ഷേ അരുൺ, സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം എവിടെയൊക്കെ എത്തി എന്നുള്ള കാര്യങ്ങൾ, ഇനി അതിലേക്ക് കടിച്ചുപിടിച്ച് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് അത് നമ്മളെ എവിടെ എത്തിച്ചു, അതൊക്കെ ഇപ്പോഴും നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു നിലപാടിന് സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായോഗികത ഇപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം നിയമത്തിലുള്ള ഈ അഗ്രസീവ് ഡോഗ്സിനെ കൊല്ലാമെന്ന് നിയമത്തിൽ ഒരു
ഒരു ഫൈൻഡിങ്ങും നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെയാണ് പ്രോബ്ലം. നമുക്ക് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു നായ അഗ്രസീവ് സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് പേവിഷബാധയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ തന്നെയും അതിനെ ഐസൊലേറ്റ് ചെയ്യുക, മാറ്റി പാർപ്പിച്ചതിന് ശേഷം ഒബ്സർവേഷനിൽ വച്ച് അത് 100% അത് പേവിഷബാധയാണെങ്കിൽ അതിനെ മരണത്തിന് വിട്ടുകൊടുക്കുക. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തി അത് പേവിഷബാധയാണോ എന്ന് സ്ഥിരീകരിക്കുക. രണ്ടാമതായി അഗ്രസീവായിട്ടുള്ള ഒരു ടെൻഡൻസി ഉള്ള ഡോഗിനെ സ്റ്റെറിലൈസ് ചെയ്ത് കീപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള വളരെ ആംബിഗ്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ വളരെ ഈ പറയുന്ന രീതികളിൽ മാത്രമാണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് കാരണം തന്നെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വെറ്റിനറി ഡോക്ടേഴ്സായ നമുക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള വെറ്റിനറിയൻസിന് ഒരിക്കലും തന്നെ ഒരു അഗ്രസീവ് ഡോഗിനെ തെരുവിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വന്ന് അതിനെ യൂത്തനൈസ് ചെയ്യണം, കൊല്ലണം എന്നൊരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം സർട്ടിഫൈ ചെയ്യുന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ വെറ്റിനറിയൻസോ മാത്രമായിരിക്കും ഫൈനലി ഇതിന് ആൻസറബിൾ ആവുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. തീർച്ചയായും. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഹൈക്കോടതി നിർദ്ദേശമൊക്കെയുണ്ട്. മനുഷ്യന്റെ ജീവനാണ് പ്രഥമ പരിഗണന. അതിന് മിനിസ്റ്റർ അടക്കം ഈ ചർച്ചയിലുണ്ട്. നിർദ്ദേശങ്ങൾ താങ്കൾക്കുൾപ്പെടെ വെക്കാൻ കഴിയും. ഡോക്ടർ അരുൺ സൂചിപ്പിച്ചത് തികഞ്ഞൊരു വെല്ലുവിളി, ഉദ്യോഗസ്ഥരാണ് ആത്യന്തികമായി അതിൻ്റെ ആൻസറബിൾ. അതാണ് കാരണം സർക്കാർ ഒരു നിലപാട് പ്രഖ്യാപിച്ചു, നടപ്പാക്കേണ്ടത്. ഈ നടപ്പാക്കലിൻ്റെ വഴിയിലുള്ള വെല്ലുവിളികൾ അതിനെ എങ്ങനെ നോക്കിക്കാണേണ്ടി വരും? ഡോക്ടറെ അഭിപ്രായം അത് തെറ്റായിട്ട് നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ നിഗമനം ശരിയല്ല. അങ്ങനെ കേരളത്തിൽ മുഴുവൻ അങ്ങനെ പലരും വ്യാഖ്യാനിച്ചു വച്ചിരിക്കുകയാണ്. കൃത്യമായ നിയമങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ഇപ്പം പുല്ലുവിളയിലെ തന്നെ ഉദാഹരണം എടുത്തോളൂ. പുല്ലുവിളയിൽ അദ്ദേഹം പറഞ്ഞ് കേട്ടല്ലോ, 6 കൂടുതൽ ഡോഗുകൾ മനുഷ്യ മാംസം രുചിച്ച അല്ലെങ്കിൽ അതിൻ്റെ രക്തം രുചിച്ച നായ്ക്കളാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവന് അപകടം വന്നു കഴിഞ്ഞാൽ 133 CRPCയിൽ പറയുന്നുണ്ട്, ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസിന് അങ്ങനെ ഉള്ള ആനിമലിനെ, ഡേഞ്ചറസ് ആനിമലിനെ ഉന്മൂലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിയമത്തിൽ ഡിസ്ട്രോയ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പോലെ അതിനെ കൊണ്ട് പക്ഷേ എങ്ങനെ നമ്മുടെ ഇന്നത്തെ ഐഡന്റിഫിക്കേഷൻ ഐഡന്റിഫിക്കേഷൻ കാരണം ഐഡന്റിഫിക്കേഷൻ എങ്ങനെ നടക്കും? തെരുവിലൂടെ എന്തായാലും നമ്മുടെ തിരുവനന്തപുരം തന്നെ സിറ്റി പരിശോധിക്കുക. ഇവിടെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? എങ്ങനെ നമുക്ക് ആ രീതിയിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തി ഈ പറയുന്ന നിയമം അല്ലെങ്കിൽ പഴയോ പുതിയതോ ആയിക്കോട്ടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും? ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ആൻസറബിൾ അവരാണ് ആത്യന്തികമായി മറുപടി പറയേണ്ടത്. അതിനുള്ള വഴി കൂടി താങ്കൾ തുറന്നു. അല്ലെ, ഈ ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ വെറ്റിനറി ഉദ്യോഗസ്ഥന്മാർക്ക് അത് പരിശോധിക്കാനുള്ള ചുമതലയല്ലാതെ അതിനെ നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനുള്ള നിയമപരമായ യാതൊരു അധികാരവും അവർക്കില്ല. നമ്മൾ മുനിസിപ്പാലിറ്റി ആക്ട് നോക്കി, ഡെപ്യൂട്ടി മേയർ ഇരിപ്പുണ്ട്, 438 വായിക്കുക. കൃത്യമായിട്ട് അലഞ്ഞു തിരിയുന്ന പന്നികളെയും പട്ടികളെയും ഉന്മൂലനം ചെയ്യാൻ തന്നെ 2-3 സെൻറ്റൻസേ ഉള്ളൂ. എന്തുകൊണ്ട് കോർപ്പറേഷൻ അത് ചെയ്യുന്നില്ല? ആ അധികാരം വിനിയോഗിക്കുന്നില്ല? 438 പഞ്ചായത്തിലും കോർപ്പറേഷനിലും എല്ലായിടത്തും ബാധകമായ ഒരു നിയമമാണ്. അത് നടപ്പാക്കണം. അതൊന്ന്. രണ്ടാമത്, ഈ 131 CRPC പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ കൗൺസിലറും അവിടുത്തെ SIയും അതും കൂടെ ഒരു റിപ്പോർട്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൊടുത്തിട്ട് ഇത് ഒരു ഡെത്ത് അവിടെ ഉണ്ടായിരിക്കുകയാണ്, ഫെറോഷ്യസ് ഡോഗാണ്, ഡേഞ്ചറസ് ഡോഗാണ്, അവിടെ ആ മനുഷ്യാംശം രുചിച്ചതാണ്, അത് കൂട്ടത്തോടെ കണ്ടുപിടിക്കുന്നതിന് അവിടുത്തെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എത്ര ഡോഗ് അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് അവർ തരും. ആ ലിസ്റ്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞ് അതിനെ മുഴുവൻ, കാരണം ആ കൂടെയുള്ള ഡോഗിനെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം. അതിനകത്ത് പോലീസിന് അധികാരം വെടിവെച്ച് കൊല്ലണമെന്നാണ് ഞാൻ പറയണം. അങ്ങനെയുള്ളതിനെ അതിനാണ് അധികാരം വെച്ചത്. പക്ഷെ അധികാരം വിനിയോഗിക്കുന്നില്ല. അത് അവിടെയാണ് മേയർ അടക്കമുള്ള ആളുകളിലേക്ക് ചോദ്യം വരുന്നത്. ഇത്ര നാൾ എന്തേ? കാരണം നമുക്ക് പ്രോജക്റ്റുകളുണ്ട്, ഒട്ടേറെ ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്, അത് വിനിയോഗിക്കാൻ കഴിയാതെ പോയി. ഇനി കൊല്ലുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, കൊലയ്ക്കുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെ? അതുകൂടി ഈ ആർട്ടിക്കിളിൽ വിവക്ഷിച്ചിട്ടുകൂടി എന്തേ ഇത്ര നാൾ? കാരണം ഒരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ മരണം കൂട്ടത്തോടെ കടിയേൽക്കുമ്പോഴൊക്കെ ഒരു കൊട്ടിഘോഷിച്ചുള്ള വന്ധ്യീകരണം, അത് എത്ര നാൾ? 2-3 ദിവസം, അത് കഴിഞ്ഞ ശേഷം നിർത്തുന്നു. ഇതായിരുന്നു ഗതി. എന്തുകൊണ്ട് കാലവിളംബമുണ്ടായി? അതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുക. കാരണം നമ്മുടെ മുന്നിൽ നിയമങ്ങളുണ്ട്, ആ വഴിയിലൂടെ എന്തുകൊണ്ട് പോയില്ല? നിയമം അനുശാസിക്കുന്ന തരത്തിൽ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നന്നായി നടപ്പിലാക്കിയ ഒരു നഗരസഭ തിരുവനന്തപുരം നഗരസഭയാണ്.
എനിക്ക് തോന്നുന്നു 2005-10 കാലഘട്ടത്തിൽ ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്ത് തൊട്ട് അതിന് മുൻപേ ഉണ്ട്. പക്ഷേ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ അന്ന് സുരക്ഷ എന്ന് പറയുന്ന ഈ പദ്ധതിയോടുകൂടി നമ്മുടെ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നന്നായി നടപ്പിലാക്കിയിരുന്നു. അന്ന് തന്നെ നമ്മുടെ പേട്ട മൃഗാശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടേബിളാണ് അവിടെ നിലവിൽ ഇപ്പോൾ ഉള്ളത്. അവിടെ 10 മൃഗങ്ങളെ അധികം നമ്മൾ വന്ധീകരണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകം ട്രെയിൻ, അത് കഴിഞ്ഞിട്ട് ഇതിനെ ശുശ്രൂഷിച്ച് അവിടെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പോലും അവിടെ പ്രത്യേകം ഫെസിലിറ്റീസ് ഉണ്ട്. അതെല്ലാം പേട്ട മൃഗാശുപത്രി കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി ഞാൻ പറയട്ടെ, അതിനുശേഷം ഒരു നമ്മുടെ ഒരു സൊസൈറ്റിയുമായി ചേർന്നുകൊണ്ട്, ഒരു വേൾഡ് സൊസൈറ്റിയുമായി ചേർന്നുകൊണ്ട് 1 വർഷം കൊണ്ട് തന്നെ 1041-ലധികം നായ്ക്കളെ വന്ധീകരിച്ചു. പിന്നീട് ഇടയ്ക്ക് ഞാൻ പറയട്ടെ, മരുന്നിൻ്റെ ഷോർട്ടേജോ മറ്റു പ്രശ്നങ്ങളോ വന്ന് സാമ്പത്തിക ക്രൈസിസ് വരുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ മാറ്റിവെച്ചാൽ പോലും എനിക്ക് തോന്നുന്നു നഗരസഭയിൽ, എനിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ പ്രത്യേക നായപിടുത്ത സ്ക്വാഡുണ്ട്, മറ്റ് പ്രത്യേക എല്ലാ സജ്ജീകരണങ്ങളും അവിടെയുണ്ട്. ഇപ്പോൾ ഈ തെരുവുനായ വിഷയം ഇത്ര കണ്ട് ചർച്ച ചെയ്യുന്നതിന് വളരെ മുൻപിനാലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഫണ്ട് വന്ന സമയത്ത് ABC-ക്ക് വേണ്ടി, ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമിന് വേണ്ടി ഒരു മൊബൈൽ വാഹനം ഉൾപ്പെടെ വാങ്ങിച്ച് സ്റ്റെറിലൈസേഷൻ നടത്തുവാൻ വേണ്ടി 6 കോടിയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ DPC-ക്ക് സബ്മിറ്റ് ചെയ്തു. ആ പ്രോജക്റ്റ് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇത്ര വിഷയം രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കൗൺസിലിൽ അത് അംഗീകരിച്ച് അതിന് വേണ്ടുന്ന തുകയും മാറ്റി. ഇതൊക്കെ മാറ്റിയിട്ട് എന്തേരായി? കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, റോഡിലേക്ക് ഇറങ്ങുക, തലസ്ഥാനത്തേക്ക് എങ്ങും പോകണ്ട, ഉള്ളിലേക്കൊന്നും പോകണ്ട, തലസ്ഥാനത്തേക്ക് മാത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന നായ്ക്കൾ, വളരെ രോഷാകുലരായി നിൽക്കുന്ന, ആക്രോശത്തോട് നിൽക്കുന്ന നായ്ക്കൾ, ഇതിനെയൊക്കെ ഈ പറയുന്ന പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചും നിരന്തരം ഇങ്ങനെ കടിയുടെ എണ്ണം ഒന്നും ഞാൻ പറയുന്നില്ല, എന്നിട്ട് കൂടി എവിടെയാണ് പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ നിങ്ങൾ കഴിഞ്ഞത്? ഞാൻ പറയട്ടെ, ഇന്നിപ്പം ഞാൻ നേരിട്ട് ഈ ഡോഗ് സ്ക്വാഡിൻ്റെ കൂടെ കുറച്ച് സമയം സഞ്ചരിച്ചിരുന്നു നമ്മുടെ വാർഡിൽ നടത്തിയപ്പോൾ. അതിനകത്ത് ചില നായ്ക്കളെ ഞങ്ങൾ പിടിക്കാതെ വിട്ടു. കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ചെവിയിൽ ഇവരൊരു ആനിമൽ ബർത്ത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നായയെ ഒന്ന് കട്ട് ചെയ്ത് വിടാറുണ്ട്. അത്തരത്തിൽ ഞാൻ തന്നെ ഒരു 3-4 നായ്ക്കളെ ഞാൻ ഇന്ന് പോയ സ്ഥലത്ത് കണ്ടെത്തിയിരുന്നു. അതിനുശേഷമുള്ള നായ്ക്കളെ നമ്മൾ പിടിച്ചത്. അപ്പം അങ്ങനെ പൂർണ്ണമായും നടപ്പിലാക്കിയില്ല എന്നല്ല പറയുന്നത്. അത് ഇന്ന് ഈ പറയുന്ന രീതിയിൽ അക്രമകാരികളായ നായ്ക്കളെ തിരിച്ചറിയാൻ പറ്റുന്ന സംവിധാനമാണോ ഉള്ളത്? ഇല്ല, ആക്രമണകാരികളായ നായ്ക്കളെ അവിടെ വെച്ച് തിരിച്ചറിയാൻ പറ്റില്ല. ഈ നായ്ക്കളെ പിടിച്ചതിന് ശേഷം, ഈ മൃഗാശുപത്രിയിൽ കൊണ്ടുവന്നതിന് ശേഷം, ഡോക്ടർ സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അതിനെ കൊല്ലാൻ, അല്ലാതെ ഓൺ ദ സ്പോട്ടിൽ കൊല്ലാൻ പറ്റില്ല. പിന്നെ പേപ്പട്ടി വിഷയബാധ ഏറ്റൊരു നായ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡോഗ് സ്ക്വാഡിനോ അതല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും കണ്ടാൽ അറിയായിരിക്കും. അങ്ങനെയുള്ളവയെ കൊല്ലാം. അല്ലാതെ ഇത് അറ്റാക്ക് ചെയ്യാനുള്ള ഫെറോഷ്യസ് ആണ്, അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണെന്ന് കണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ അതിന് നമുക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിലല്ലാതെ ഒരു കാര്യങ്ങളും നഗരസഭയിൽ ചെയ്തു പറ്റാത്ത. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മന്ത്രിസഭ മിനിസ്റ്റർ കൂടി ഉണ്ട് ഓർഡർ ഇട്ടെങ്കിൽ അതിന്റെ നടത്തിപ്പിനുള്ള ചോദ്യചിഹ്നങ്ങൾ പലതുമുണ്ട് മുന്നിൽ. ഇല്ല, അതിനകത്ത് ചോദ്യചിഹ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പിന്നെ ABC അല്ലാതെ മറ്റൊരു തരത്തിലേക്ക് നായ്ക്കളെ ഏതെങ്കിലും തരത്തിൽ, അത് ഈവൻ ഫെറോഷ്യസ് ആയിട്ടുള്ളതിനെ പോലും കൊല്ലുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പല ഇടപെടലുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നഗരസഭയിൽ. ആ ഇടപെടലുകൾ ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അതെനിക്ക് തോന്നുന്നു ചിലപ്പം ഇവിടെ ചർച്ച ചെയ്തപ്പോൾ. ഡോഗ് സ്നേഹിയാണ് അദ്ദേഹം, അഭിഭാഷകനാണ്, ഹരി അടക്കമുള്ളവരുണ്ട്, ഇവരുടെയൊക്കെ തന്നെ അദ്ദേഹത്തിലേക്കൊക്കെ അടക്കം പല സംശയങ്ങളും ചോദ്യങ്ങളും ഭാവിയിലും ഉയർന്നേക്കാം. നിങ്ങൾ കൂടി ഭയപ്പെടുന്നു? അതെ, അല്ല, വന്ധീകരണം എന്നുള്ള പരിപാടിക്കല്ല, ഈ ഫെറോഷ്യസ് ഡോഗ്സിനെ കൊല്ലുക എന്ന് ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഫെറോഷ്യസ് ആയിട്ടുള്ളതിനെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ അതിലേക്ക് വരാം. മിനിസ്റ്റർ, ഇതാണ് ചോദ്യം, ഉത്തരം താങ്കൾ കേട്ട് കാണും. കാരണം ഇവിടെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച കാര്യം, രാഖി പറഞ്ഞ പ്രായോഗിക തലത്തിലെ ആ ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉൾക്കൊള്ളേണ്ടതല്ലേ? കാരണം ഒരു ആൻസറബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഡോക്ടർ, അവരാണ് ആൻസർ നൽകേണ്ടത്. പല വെല്ലുവിളികളും വരാം നിയമതലത്തിലൊക്കെ. അതിനൊക്കെയുള്ള മറുപടി കൂടി കണ്ടുകൊണ്ടുള്ള ദീർഘകാല 1, 2, 3 ദിവസത്തേക്കുള്ള പദ്ധതിയല്ല നമുക്ക് വേണ്ടത്. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പരിഹാരം. പല വെല്ലുവിളികളും അതിന് തടസ്സമാകുന്നുണ്ടോ? ചർച്ച ചിലപ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് അനുകൂലമായിട്ടാണോ വരിക എന്നുള്ളൊരു ഭയം എനിക്ക് ഉണ്ടാക്കുകയാണ്. കാരണം വഴിയെ പോകുന്ന പട്ടിയെല്ലാം വെറുതെ പിടിച്ച് കൊല്ലാനൊന്നും ആരും തയ്യാറാവില്ല, അതിൻ്റെ ആവശ്യകതയും ഇല്ല. പക്ഷേ കൊല്ലാമോ, ആരെ കൊല്ലാം, ഏത് പട്ടിയെ കൊല്ലാം, എങ്ങനെയാണ് ഫെറോഷ്യസ് ആണെന്ന് മനസ്സിലാവുക എന്നൊന്നും ഇങ്ങനെ കടുകീറി ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്താ ഉണ്ടായിട്ടുള്ളത്?
ഇപ്പോൾ പട്ടികളുടെ കൂട്ടങ്ങൾ ഫോം ചെയ്തിരിക്കുന്നു. അതിന് കാരണമൊക്കെ ഉണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. മാലിന്യം വഴിയിൽ തള്ളുന്നത്, അറവശാലയിലെ മാലിന്യം ചിലയിടത്ത് തള്ളുന്നത്, ഇതൊക്കെ. പിന്നെ പട്ടിയെ വളർത്തുന്നതിൽ നിയമപരമായി പാലിക്കേണ്ടുന്ന കടമ പാലിക്കാതെ, രജിസ്റ്റർ ചെയ്യാതെ പട്ടി പ്രസവിക്കുന്ന സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ തെരുവിലേക്ക് തള്ളുന്നത്, ഇതൊക്കെ പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങളാണ് നിയമപരമായിട്ട്. പക്ഷേ ആസ് ഇറ്റ് ഈസ് എന്താ ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ പട്ടിക്കൂട്ടങ്ങൾ ഫോം ചെയ്തിരിക്കുന്നു, അക്രമാസക്തമായി മാറിയിരിക്കുന്നു. അത് മനുഷ്യനെ കടിച്ചു കൊല്ലുന്നു, അതിക്രൂരമായി കടിച്ചു കൊല്ലുന്നു. അങ്ങനെ കടിച്ചു കൊല്ലുമ്പോൾ ആ പട്ടികൾ അക്രമാസക്തരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നിയമത്തെ കടുകീറി പരിശോധിച്ച് പട്ടികളെ യാതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമീപനം, ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഞാൻ ഇടപെട്ടുകൊണ്ടല്ലേ നമ്മളൊരു നിലപാടെടുക്കുകയല്ലേ. ഇവിടെ നായസ്നേഹികളായ ഒട്ടേറെ ആളുകൾ, അവരുടെ അസോസിയേഷൻ ഉണ്ട്, നിയമതലത്തിൽ പോലും അവരുടെയൊക്കെ തന്നെ സംഘടനകളുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ നാളെ ഉയർത്തിയേക്കാവുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ പറയട്ടെ, നമ്മളെല്ലാം ഈ സഹജീവി സ്നേഹമുള്ളവരാണ്. എല്ലാ ജീവികളോടും സ്നേഹമുണ്ട്. അത് പ്രകൃതിയുടെ സന്തുലനത്തിന് എല്ലാ ജീവികളും അതിൻ്റെ നിശ്ചിതമായിട്ടുള്ള തോതിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാനൊരു സയൻസ് ടീച്ചറാണ്, അതുകൊണ്ട് എനിക്ക് അറിയാം പ്രകൃതിയുടെ സന്തുലനത്തിന് ഇവയെല്ലാം ആവശ്യമാണ്. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഇതൊക്കെ നിഷേധിക്കുന്നവരല്ല. പക്ഷേ അടിയന്തരമായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം കടിച്ചു പറിക്കുന്ന, മനുഷ്യരെ പിച്ചു ചീന്തി കൊല്ലുന്ന പട്ടിക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ പട്ടിയുടെ ജീവിതം നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ആ പട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുക എന്നുള്ളതല്ലാതെ ഒന്നും കരണീയമായിട്ടില്ല. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഹരി അതാണ് കാരണം മനുഷ്യന്റെ സ്വത്ത്, മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷണം നൽകുക, ആ ബാധ്യതയാണ് ഒരു ഭരണകൂടത്തിന്റെ മുന്നിലെ ആത്യന്തിക ലക്ഷ്യം. അതിൽ ആ ജീവൻ നിലനിർത്താൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഭരണകൂടം ഇച്ഛാശക്തി ഓടുകൂടിയുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്. നിങ്ങളുടെ സംഘടന ഈ തീരുമാനത്തെ എങ്ങനെ കാണും? നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് ഈ ചർച്ചകളും ഈ നടപടികളും ഒക്കെ കണ്ടുവരുന്നത്. ഇതിനൊക്കെ കാലാകാലങ്ങളായി രാഖി മാഡം പറഞ്ഞതുപോലെ നമ്മൾ 2005 ഇങ്ങനെയുള്ള വന്ധ്യംകരണവും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കോർപ്പറേഷൻ വളരെ കാര്യമായ നടപടികൾ സ്വീകരിച്ചു. ആ 2005 തുടങ്ങിയ നടപടി എത്ര കാലം നീണ്ടു നിന്നു, അതിനുശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി എത്ര കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഇപ്പോഴും നമ്മൾ ഇന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ ഇന്ന് തീരുമാനമെടുത്ത ഈ നടപടികൾ എത്ര കാലത്തേക്ക് അതുണ്ടാവും? ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങുന്നത് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിനുശേഷവും ഉണ്ടാവുമോ? ഇത് എത്ര കാലം നമുക്ക് ഇങ്ങനെ തന്നെ കൺസിസ്റ്റൻ്റായി നടത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. എന്തായാലും ഈ തീരുമാനത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം മനുഷ്യന്റെ സ്വത്ത് ജീവനാണ് വലുത്. ആ ജീവന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിനായുള്ള സർക്കാർ നടപടിയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എത്ര മൃഗസ്നേഹം എന്ന് പറഞ്ഞാലും ഒരിക്കലും മനുഷ്യന്റെ ജീവന് മൃഗത്തിന്റെ ജീവനേക്കാൾ വില കുറവാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റുകയില്ല. അങ്ങനെ പറയുകയല്ല. ഇത് നമ്മൾ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ചില പ്രക്രിയകൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ ആ പ്രക്രിയകൾ വീണ്ടും തുടരാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. 1990 2001 ആനിമൽ ബർത്ത് കൺട്രോൾ ഡോഗ്സ് റൂൾസ് വരുന്നത്. 1990 നായ്ക്കളെ കൊന്നൊടുക്കുന്നത് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയതിൻ്റെ ഫലമായി വേൾഡ് സൊസൈറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന സംഘടനയുമായി ചേർന്ന് ജയ്പൂരിൽ ആദ്യമായി ഒരു ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം തുടങ്ങി. 2001 ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾ വന്നപ്പോൾ ആ സമയമായപ്പോഴേക്ക് ഏതാണ്ട് ജയ്പൂർ 0 ഇൻസിഡൻസ് ഓഫ് റേബീസ് ആയി മാറി. 0 ഇൻസിഡൻസ് ആയിരുന്നു. അതിൻ്റെ അർത്ഥം ഇതൊരു വളരെ കാര്യപ്രാപ്തിയോടുകൂടി നടത്തിയാൽ നല്ല റിസൾട്ട് കിട്ടുന്ന, ഗുണകരമായ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഇത് വേൾഡിൽ എല്ലായിടത്തും നടത്തുന്നതാണ്. 20,000 മുതൽ 30,000 പേരാണ് ഇന്ത്യയിൽ ഒരു കൊല്ലം മരിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ ഈ റേബീസ് അസുഖത്താൽ. അത് വേൾഡിലുള്ള മരണത്തിൻ്റെ ഏതാണ്ട് പകുതിയാണ്. എന്താണ് പ്രായോഗിക ബുദ്ധിമുട്ട്? അതായത് വന്ധ്യംകരണം അടക്കം നിലച്ചു പോകുന്നതാണോ പ്രശ്നം?
താങ്കൾ പറയുന്നത് പോലെ വന്ധ്യംകരണം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായി ഒരു വളരെ നീണ്ട കാലത്തേക്ക് നടത്തേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്തു തീർക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 300 500 പട്ടികളെ വന്ധ്യംകരിച്ചത് കൊണ്ടൊന്നും പ്രശ്നം തീരാൻ പോകുന്നില്ല. പട്ടികളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന തത്വം. അവിടെ പട്ടികളുടെ എണ്ണം ഇല്ലാതാക്കുക അപ്രായോഗികമാണ്. കാരണം അങ്ങനെ ഉണ്ടായാൽ വേസ്റ്റിൻ്റെ തെരുവിൽ കാണുന്ന വേസ്റ്റ് ഇനിയും കൂടും, എലികളുടെ ശല്യം വളരെയധികം കൂടും. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീനറി കൂടിയാണ് തെരുവ് നായ്ക്കൾ. എങ്കിൽ നിങ്ങൾ ഈ ഘോരം നിങ്ങൾ നായ്ക്കൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്ന നിങ്ങൾ ഒരു പരിഹാരമാർഗം നിങ്ങൾ പറയണം. ഇതല്ലാതെ പ്രായോഗിക തലത്തിൽ കൂടുതൽ, കാരണം പല വകുപ്പുകളുടെ ഒക്കെ തന്നെ സംയോജിച്ചുള്ള ഒരു നിലപാടിലേക്ക് കൊണ്ട് മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്ന നിർദ്ദേശം? ഞങ്ങൾക്ക് വെക്കാൻ കഴിയുന്നത് മന്ത്രി പറഞ്ഞതുപോലെ ഇത്തരം ഈ മൃഗ സംരക്ഷണ സംഘടനകൾ എന്ന് പറയുന്ന ആ സംഘടനകൾ എല്ലാം തന്നെ ഞാനിവിടെ ഇരുന്ന് വാക്ക് പറയുന്നു, എല്ലാം തന്നെ ഈ പ്രോജക്റ്റുമായി, മന്ത്രി പറഞ്ഞ പ്രോജക്റ്റുമായി മുമ്പോട്ട് പോകാൻ എല്ലാവിധ സഹായങ്ങളും നൽകാൻ തയ്യാറ് തന്നെയാണ്. എല്ലാവിധ സഹായങ്ങളും അവരെ കൊണ്ട് പാർപ്പിക്കാനായാലും അവിടെ വെച്ച് വന്ധ്യീകരണം നടത്താനായാലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും ഈ സംഘടനകളെല്ലാം തയ്യാറാണ്. കാരണം ഈ സംഘടനകളുടെ എല്ലാം അടിസ്ഥാന തത്വം, അടിസ്ഥാന ആവശ്യം, ഇത് പുതിയ സംഭവമല്ലല്ലോ ശ്രീഹരി, പുതിയ സംഭവമല്ലേ. എത്ര കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ഇത്ര ഇച്ഛാശക്തി പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ, സർക്കാരിന് അവിടെ ഒരു പിഴവ് പറ്റിയെങ്കിൽ ഈ തെരുവുനായ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവുനായകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഇരയാകുന്ന ജനങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ അന്നേ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു? അതിനുള്ള നിലപാട് പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ്. ഈ NGOസിനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നായ്ക്കളെ പിടിച്ചാൽ അതിൻ്റെ ആനിമൽ ബർത്ത് കൺട്രോൾ ഡോഗ്സ് റൂൾസ് പറയുന്നത് വന്ധ്യംകരിച്ച ശേഷം ഇതേ സ്ഥലത്ത് കൊണ്ടുവിടണമെന്നാണ്. അതാണ് അടിസ്ഥാനപരമായി ആനിമൽ ബർത്ത് കൺട്രോൾ ഡോഗ്സ് റൂൾസ് പറയുന്നത്. പിടിച്ചുകൊണ്ട് പോകാൻ ചിലപ്പോൾ ഈ NGOസിന് സാധിച്ചെന്നിരിക്കും. കാരണം ആളുകൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നായ്ക്കൾ ഒഴിഞ്ഞു പോയാൽ മതി. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന നായ്ക്കളെ കൊണ്ടുപോയി വന്ധ്യംകരിച്ച് കൊണ്ടുവിടാനും സാധിക്കും. അതിന് ഫണ്ട്സ്, അത്യാവശ്യം വേണ്ട ഫണ്ട്സെങ്കിലും സർക്കാർ അനുവദിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കോർപ്പറേഷൻ അനുവദിച്ചു കൊടുക്കുക ചെയ്താൽ അതും ചെയ്യാൻ പറ്റും. പക്ഷേ തിരികെ കൊണ്ടുവിടുക എന്ന് പറയുന്നത് പലപ്പോഴും നായ്ക്കളുടെ അറ്റാക്കിനേക്കാളും അപകടകരമായ അവസ്ഥയിലേക്ക് ഈ കൊണ്ടുവിടാൻ പോകുന്നവരെത്താറുണ്ട്. കാരണം നായ്ക്കളെ തിരികെ കൊണ്ടുവിടുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പിടിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നവരല്ല തിരികെ കൊണ്ടുവിടുന്നത് കാണുന്നത്. എന്ന് മാത്രവുമല്ല, തിരികെ ഒരു സ്ഥലത്തേക്ക് നായ്ക്കളെ കൊണ്ട് വിടുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അതിന് സർക്കാരിൻ്റെയോ കോർപ്പറേഷൻ്റെയോ മെഷീനറിയുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റൂല. ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ അത്തരത്തിൽ ഒരു വിഘാതം പൂർണ്ണമായി 100% ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ കോവളത്ത് ആനിമൽ റെസ്ക്യൂ കേരള എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്ത് പോയി. ആ സംഘടനയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ഓംബുഡ്സ്മാനിൽ, പഞ്ചായത്തിൻ്റെ ഓംബുഡ്സ്മാനിൽ ഒരു കേസ് നൽകുകയും ആ കേസിൽ കോർപ്പറേഷൻ്റെ സഹായത്തോടു കൂടി അവിടെ വെച്ച് വന്ധ്യംകരണം നടത്താനുള്ള സജ്ജീകരണങ്ങളാവുകയും അത് ഒരു സ്റ്റേജ് വരെ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തതാണ്. അതിനുശേഷം പലപ്പോഴും കോർപ്പറേഷൻ്റെ സഹായം ലഭിക്കാത്തത് കൊണ്ട് ഇത് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ആ പ്രോഗ്രാം തന്നെ നഷ്ടപ്പെട്ടു പോയി. അന്നത്തെ ഓംബുഡ്സ്മാനായിരുന്ന ജസ്റ്റിസ് കൃഷ്ണൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഇത് പ്രോപ്പറായി നടപ്പിലാക്കുകയും ഇത് കേരളത്തിലേക്ക് ഒരു മോഡലായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി ഒരാൾ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ജയേഷിലേക്ക്, ശ്രീ ജയേഷ്, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സർക്കാരിന്റെ ഇന്നത്തെ തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? കൊച്ചി അടക്കമുള്ള നഗരങ്ങളിലെയൊക്കെ തന്നെ അവസ്ഥ ഇന്നെന്താണ്? ശ്രീ പ്രജീഷ്, നമ്മുടെ ബഹുമാനപ്പെട്ട ഹരി പറഞ്ഞ പോലെ അതൊരു വളരെ തെറ്റായ കാര്യം തന്നെ. കാരണം ഒരു വർഷം ഏതാണ്ട് 2800 കോടി രൂപയുടെ പേവിഷബാധയ്ക്കുള്ള വാക്സിനാണ് കേരളത്തിൽ മാത്രം ചിലവാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 11 കോടി രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ സർക്കാർ ചിലവാക്കിയത്. ഇതൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞ പോലെ ഇന്ന് തൊട്ട് ഞാനിതിൽ മുന്നോട്ടിറങ്ങി എന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ലൊരു തീരുമാനം തന്നെയാണ് ആദ്യം തന്നെ കാഴ്ചവെച്ചത്. കാരണം ഞാൻ പറഞ്ഞിട്ട് കേരളത്തിൽ ഈ പറയുന്ന തെരുവ് നായ്ക്കൾ വന്ധീകരിച്ചുകൊണ്ടോ അല്ലാതെയോ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. വന്ധീകരിച്ചുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിച്ചാൽ വീണ്ടും ഇവിടുത്തെ വാക്സിൻ കമ്പനിക്കാരിലുള്ള ഒരു ഡീലർഷിപ്പ് മുന്നോട്ട് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം ഇവിടെ ഫണ്ടില്ലെന്ന് പറയരുത്. 2800 കോടി രൂപയോളം ഓരോ വർഷം കേരളത്തിൽ മാത്രം ചെലവാക്കുന്നു.
അപ്പൊ ഈ 2800 കോടി രൂപയുടെ പേ വിഷബാധ എങ്ങോട്ടാണ് പോകുന്നത്? അതിനുള്ള കാരണങ്ങൾ എവിടാണ്? ഇതിനുള്ള ആൾക്കാരാരാണ്? ഇപ്പൊ NGOs ഉണ്ട്. NGOs പറയുന്നു പിന്നെ ഇവിടുത്തെ പിന്നാണെങ്കിൽ പേ വിഷബാധയുള്ള പട്ടികൾ അല്ലെങ്കിൽ അല്ലാത്ത തെരുവുനായ്ക്കളെ തിരിച്ചറിയാൻ കഴിയുമെന്ന്. അത് എന്തെങ്കിലും ഒരു വിഷയം വന്നാലോ അപ്പോൾ തന്നെ മേനകാ ഗാന്ധി ഇടപെട്ടു, ആ പട്ടിയെ കൊല്ലാൻ ചെയ്തത് തെറ്റായിപ്പോയി, ആ പട്ടിയെ കൊന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം രൂപീകരിക്കുന്നു, അന്നേരത്തേക്ക് ഒരു സംഘടന രൂപപ്പെടും. പക്ഷെ അത് രൂപപ്പെടുമ്പോൾ എന്തുകൊണ്ടുണ്ടാവുന്നു? ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഈ നായ്ക്കൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു അമ്മയാണ് കഴിഞ്ഞ ദിവസം ഒരു നായ കടിച്ചു കീറി കടലിലെറിഞ്ഞത്. അന്ന് അദ്ദേഹത്തിന്റെ മോൻ കടലിൽ ചാടി. എന്ത് നടപടി ഇവിടെ സ്വീകരിച്ചു? ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പൂർണ്ണമായി ഇതിനെ ഇല്ലാതാക്കണം. ഇവിടെ പേവിഷബാധ ഏറ്റെടുക്കുന്നതിന് ഒരു നായെ തിരിച്ചറിയാൻ ഒരാൾക്കും പറ്റില്ല. അപ്പൊ വന്ധീകരിച്ചുകൊണ്ട് ഒരു പട്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഘടന അദ്ദേഹം കൂടി പറയുന്നത്, കാരണം മരുന്ന് മാഫിയയുടെ കൂടി ഇടപെടൽ, ആ രീതിയിലുള്ള പരാമർശം കൂടി വരുന്നു. അതിലേക്ക് എത്താം. മിനിസ്റ്റർക്ക് തിരക്കുകയാണ്. മിനിസ്റ്ററിലേക്ക് പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. മിനിസ്റ്ററിലേക്ക് എത്തും മുൻപ് ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ വന്ധ്യംകരണം എന്നത് പ്രായോഗികമേ അല്ല എന്ന നിലപാടിലേക്കാണോ പോകുന്നത്? കാരണം മിനിസ്റ്റർ തന്നെ, ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഇത് ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ പാളിച്ച. കാരണം വന്ധ്യംകരണം എങ്ങുമേ എത്തിച്ചിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടെ കേന്ദ്ര ഫണ്ട് നൽകുന്നതും അതിൻ്റെ പൂർത്തീകരണം, അതിനുശേഷം പട്ടികളെ നായ്ക്കളെ സംരക്ഷിക്കുന്ന രീതി, ഇതൊക്കെ വലിയൊരു കടമ്പയെ സർക്കാരിൻ്റെ മുന്നിൽ നിലനിൽക്കുന്നു. അതിലേക്ക് പോയാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന തിരിച്ചറിവാണോ സർക്കാരിനെ ഇങ്ങനൊരു നിലപാടിലേക്ക് പ്രേരിപ്പിച്ചത്? എന്താണ് ഇച്ഛാശക്തിയോടുകൂടി ഇന്നെടുത്ത തീരുമാനത്തിൻ്റെ പൂർത്തീകരണത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, സർക്കാരിൻ്റെ വളരെ ധീരമായ ഒരു നടപടി അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കഴിഞ്ഞ സർക്കാർ ചെയ്തില്ല, ഈ സർക്കാർ അത് ചെയ്തു. ഇതിനകത്ത് നമുക്ക് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം നമ്മുടെ ഡോക്ടർ പറഞ്ഞത് ഈ ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് 2001, അതിനകത്ത് സെക്ഷൻ 7 അനുസരിച്ചാണ് അവരെല്ലാം പറയണേ. ആ സെക്ഷൻ 7 തന്നെ പറയുന്നുണ്ട് പരിക്കേറ്റതിനെ, രോഗമുള്ളതിനെ നശിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരു ആനിമലിൻ്റെ അല്ലെങ്കിൽ ഒരു നായ്ക്കളുടെ ഒരു കൂട്ടം എടുത്ത് പരിശോധിച്ച് നോക്കുകയുള്ളൂ. 10 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണം മൊണ്ടിയായിരിക്കും, 2 എണ്ണം കാലൊടിഞ്ഞതായിരിക്കണം, 2 എണ്ണം രോഗാവസ്ഥയിൽ അവിടെ ചില മുഴകളിൽ നിന്ന് ബ്ലഡ് ഒഴിപ്പിച്ച് കിടക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പം 10 എണ്ണത്തിൽ 2 എണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം രോഗാവസ്ഥയിലുള്ള നായ്ക്കളെ കൊല്ലാൻ വ്യക്തമായ നിയമങ്ങൾ ഈ ആനിമൽ ബർത്ത് കൺട്രോളിൽ തന്നെ പറയുന്നുണ്ട്. ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾ സെക്ഷൻ അനുസരിച്ച് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞ പരിക്കേറ്റതിന് രോഗമുള്ളതിനെ നശിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അത് സോഡിയം പെൻറ്റാത്തോള് വിഷം കുത്തിവെച്ച് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ മേനകാ ഗാന്ധി ഫാക്ടർ ഇത്രത്തോളം ഇവിടെ ചർച്ചയാക്കപ്പെട്ടത്? അല്ലെങ്കിൽ ഇതൊരു തടസ്സവാദമായി ഇത്ര കാലം നിലനിർത്തിയതിന്റെ പിന്നിൽ നേരത്തെ ജയേഷ് ആരോപിച്ചതുപോലെ മരുന്ന് മാഫിയുടെ ഒക്കെ തന്നെ ഇടപെടൽ ആ രീതിയിൽ ബാഹ്യാർത്ഥത്തിൽ അല്ലെങ്കിൽ സംശയിക്കേണ്ടി വരുമോ? കാരണം ഡോക്ടർ അഡ്വക്കേറ്റ് ബിജു സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു പരാമർശം കഴിഞ്ഞ വർഷം നൽകുമ്പോൾ വ്യക്തമാക്കിയത് മരുന്ന് മാഫിയയും സർക്കാരും തമ്മിലുള്ള ഇടപെടൽ കൂടി സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം, അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ? തീർച്ചയായിട്ടും ജയേഷ് പറഞ്ഞ അതിനോട് തന്നെ ഞാൻ യോജിക്കുകയാണ്. 2800 കോടി, എനിക്ക് കണക്കറിഞ്ഞൂടാ, 2800 കോടി പേ വിഷബാധയ്ക്ക് ഇവിടെ മരുന്നിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 4/1 മതി. കാരണം തെരുവുകൾ എന്തിനാണ്? പട്ടിക്ക് അലഞ്ഞെറിയാനാണോ? അല്ലല്ലോ, മനുഷ്യന് വേണ്ടിയിട്ടാണ് തെരുവ്. അതാണ് കോർപ്പറേഷൻ 438 കൃത്യം പറയണത്. അലഞ്ഞു തിരിയുന്ന പന്നികളെയും പട്ടികളെയും ഡിസ്ട്രോയ് ചെയ്യണമെന്ന വാക്കാണ് പറഞ്ഞിരിക്കണേ, ഉന്മൂലനം ചെയ്യണം. അതിനെ വന്ധീകരിക്കാനല്ല പറഞ്ഞിരിക്കണേ. എന്തുകൊണ്ട് കോർപ്പറേഷൻ അത് നടപ്പാക്കുന്നില്ല? ഇനിയുണ്ട് സെക്ഷൻ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ 1960 ആക്ടിനകത്ത് എല്ലാവരും അതിനോട് ക്രൂരത കാണിക്കരുതെന്ന് സെക്ഷൻ 11 പറയുന്നത്. 13 കൃത്യം പറയുന്നുണ്ട്. അത് മജിസ്ട്രേറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, കമ്മീഷണർ ഓഫ് പോലീസ്, ഡിസ്ട്രിക്ട് SP എന്നിവർക്ക് ഇത് രോഗം വന്നത്, പരുക്ക്, ഒടിഞ്ഞത്, ശാരീരിക ആവശ്യതയുള്ള ഈ നായ്ക്കളെ കൊല്ലാൻ അധികാരം ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതിന് അപ്പീലില്ല. ഇതെന്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നില്ല? ഇതിനൊന്നും അപ്പീലില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിനകത്ത്. ആ സെക്ഷൻ 13(4) ഇവരെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ ഞാൻ പറയുന്നത് നമ്മുടെ തഹസിൽദാർക്ക് വരെ അധികാരം ഉണ്ടെന്നാണോ ഞാൻ ഈ പറയുന്നത്? അവിടെ വരെ ഇതിനെ കൊല്ലുന്നതിന് അത് വെറ്റിനറിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അതായത് മിനിസ്റ്റർ കൂടി ഇരിക്കുന്ന മിനിസ്റ്റർക്ക് എന്തായാലും പോകാൻ സമയമുള്ളത് കൊണ്ട്, അല്ലെ സമയമില്ല, പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് എന്താണ് ആത്യന്തികമായി സർക്കാർ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി പ്രായോഗിക തലത്തിൽ ചെയ്യേണ്ടത്? സർക്കാർ, ഞാൻ പറയുന്നത്, ഓരോ പഞ്ചായത്തിലും ആ വാർഡിലുള്ള മെമ്പർക്ക് അവിടെ എത്ര പട്ടി അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് അറിയാം.
ഓരോ എല്ലാ പഞ്ചായത്തിലും അറിയാം, കാരണം സ്ഥിരം കാണുന്നതാണ് ഈ പട്ടികൾ. ഒരു 10-30 എണ്ണം ഉണ്ടെങ്കിൽ അതിനകത്ത് രോഗാവസ്ഥയിലുള്ള എത്ര ഉണ്ടെന്നറിയാം, രോഗമില്ലാത്ത എത്ര ഉണ്ടെന്നറിയാം. ആ രോഗാവസ്ഥയിലുള്ള മുഴുവൻ നശിപ്പിക്കാനായിട്ട് സെക്ഷൻ 13(4) പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പോലീസ് റിപ്പോർട്ട് വാങ്ങിക്കുകയോ, പോലീസ് റിപ്പോർട്ട് SI റിപ്പോർട്ട് കൊടുത്താലും മതി. കോൺസ്റ്റബിളിന് എബോവ് ആയിട്ടുള്ള റാങ്കിലുള്ള ആർക്ക് വേണേലും റിപ്പോർട്ട് കൊടുക്കാം. അത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൊടുക്കാം, RDOയ്ക്കാണ് കൊടുക്കാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൊടുക്കാം, ഇല്ലെങ്കിൽ SP അധികാരമുണ്ട്. മിനിസ്റ്ററിലേക്ക് എത്തും മുമ്പ് ശ്രീ അരുൺ, ഡോക്ടർ അരുൺ, നിങ്ങളാണ് എന്തായാലും നടപ്പാക്കേണ്ടത് കാര്യങ്ങൾ. അവിടെ വരുമ്പോൾ ഈ സർക്കാർ പ്രകടിപ്പിച്ച ഇച്ഛാശക്തിയൊക്കെ നിങ്ങൾക്ക് കൂടി പകരേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രായോഗിക തലത്തിലുള്ള ബുദ്ധിമുട്ട് മിനിസ്റ്ററെ അറിയിക്കാൻ. തീർച്ചയായിട്ടും ABC റൂൾസ് പ്രകാരം നിയമത്തിലുള്ളതാണ് നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതിന് മുമ്പ് 2001 മുമ്പ് ABC റൂൾസ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്കോ ബാക്കി സ്ഥാപനങ്ങൾക്കോ ചെയ്യുന്നതിലൊന്നും വെറ്റിനറിയൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഓതറൈസ് ചെയ്യേണ്ട ആളെന്നുള്ള നിലയിൽ എനിക്കിതിൽ അഭിപ്രായമില്ല. ABC പ്രോഗ്രാം അല്ലെങ്കിൽ ABC ഡോഗ് റൂൾസിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ഈ നിയമങ്ങളെല്ലാം ABC ഡോഗ് റൂൾസിന് മുമ്പ് വന്ന നിയമങ്ങളാണ്. 2001 ABC ഡോഗ് റൂൾസ് നിലവിൽ വന്നതോടുകൂടി തെരുവ് നായയെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും എന്തായാലും നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം. മിനിസ്റ്റർ അവസാനമായി സംയോജിച്ചുള്ള പല വകുപ്പുകളുടെയും ഒക്കെ തന്നെ ഏകോപനം വേണം. ഇവിടെ നായ്ക്കളുടെ അസോസിയേഷൻ, പ്രബലമായ അസോസിയേഷന്റെ പ്രതിനിധിയാണ് സ്വാഗതം ചെയ്തിരിക്കുന്ന നിലപാടിനെ. അവർ കൂടി സഹകരിക്കാൻ തയ്യാറാണ്. ഇനി നമുക്ക് പൂർത്തീകരണമാണ് വേണ്ടത്. ദ്രുതഗതിയിലുള്ള നടപടികൾ, അതിന് കാലതാമസം ഉണ്ടോ? എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് ഇക്കാര്യത്തിൽ? ഒരു കാലതാമസവും ഇല്ല. ഇത് 2-3 തരത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, അടിയന്തരമായി ഈ കൂട്ടം ചേർന്ന് നടക്കുന്ന ഗാങ് ഫോർമേഷൻ അവസാനിപ്പിച്ചുകൊണ്ട് ആ പട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ബന്ധ്യീകരിക്കാനുള്ള ഏർപ്പാട് തുടക്കത്തിൽ ചെയ്യുക. കൂട്ടം ചേർന്ന് നടക്കുന്ന പട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടക്കത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ രണ്ടാമത്തത്, വന്ധ്യംകരണത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സഹായം എല്ലാ മേഖലയിൽ നിന്നും സ്വരൂപിക്കുക. അവയെ സംരക്ഷിക്കുന്നതിന് ഈ പറയുന്ന പ്രകൃതി സ്നേഹികൾ അതുപോലെ മൃഗസ്നേഹികളൊക്കെ ആയിട്ട് പറയുന്ന NGO പ്രവർത്തകർ അവരിപ്പോൾ പറഞ്ഞു സഹകരിക്കാമെന്ന് പറഞ്ഞു. അവരുടെ സഹകരണം തേടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വഴിയിൽ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പട്ടി നിന്ന് തീർത്തോളണമെന്ന് പറയാൻ കഴിയില്ല. പട്ടിയാണ് വേസ്റ്റ് എല്ലാം വൃത്തിയാക്കുന്നതെന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നല്ല അറവുശാലകളൊക്കെ ഉണ്ടാവുക, അതിൻ്റെ മാലിന്യം സംസ്കരിക്കുക എന്നൊക്കെയുള്ള കാര്യമുണ്ട്. അതൊരു വഴിക്ക് മിനിസ്റ്റർ ഡോക്ടർ അരുണിന് ഒരു സംശയം ചോദിക്കാനുണ്ട്. ഡോക്ടർ അരുണിന് ഒരു സംശയം ചോദിക്കാനുണ്ട്. മാഡം, ഈ 3 മുതൽ 5 വർഷമെങ്കിലും ഒരു അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിങ് തന്നെ ഇതിനായി വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് ഈ പലതരം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോർഡിനേഷനോടുകൂടി തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ അതിന് തക്ക രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം പോലെ ഒരു പ്രൊജക്റ്റ് പോലെ തന്നെ ഫോം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകൾ ഈ ഡിസിപ്ലിനർ ഒരു 3 തരത്തിലുള്ള വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഒരു സെപ്പറേറ്റ് വിങ് എന്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വകുപ്പിൽ തന്നെ തുടങ്ങാനായിട്ട് മാഡത്തിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ഒരു 5 വർഷത്തേക്ക് LDF സർക്കാരിൻ്റെ ആ 5 വർഷം പൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ പൊതുജന ആരോഗ്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗുണപരമായ നിലപാടായിരിക്കുമെന്ന് തീർച്ചയായിട്ടും ഞാൻ ഈ അവസരത്തിൽ തീർച്ചയായും മറുപടി ടീച്ചർ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നടന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗത്തിനകത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉണ്ടായിരുന്നു, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചത്. ഞങ്ങൾ എവിടെയൊക്കെ ക്യാമ്പ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ വിശദമായിട്ടുള്ള ചാർട്ട് പിന്നീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ റിലീസ് ചെയ്യുന്നതായിരിക്കും. സമയബന്ധിതമായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അടിയന്തരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലത്ത് ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇടപെടുക എന്നുള്ളതാണ്. സെപ്റ്റംബറിൽ ഇന്ന തീയതി തൊട്ട് ഇടപെടണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഇടപെടുക എന്നുള്ളതാണ്. വന്ധ്യംകരണം അതിന് സമയബന്ധിതമായിട്ടുള്ളൊരു ചാർട്ട് തന്നെ തയ്യാറാക്കുന്നുണ്ട്. ആ ചാർട്ട് അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഓരോ ക്യാമ്പ് എങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ കളക്ടർക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും ചേർന്നിട്ട് ജില്ലയിൽ ഇത് സംബന്ധിച്ചുള്ള ചാർട്ട് തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ 4-5 കൊല്ലം കൊണ്ടല്ല, എങ്ങനെയാണ് ഇത്രയധികം വന്ധ്യംകരണം ഒരുമിച്ച് നടത്തുക, അതിനെക്കുറിച്ച് ധാരണയോടെയാണ് പ്ലാൻ ചെയ്യുന്നത്. തുടർ പ്രക്രിയയായിട്ട് അത് എടുക്കും. ആരോഗ്യ വകുപ്പാണെങ്കിൽ ഈ മേഖലയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പട്ടികൾക്ക് വാക്സിനേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻറ്റി റാബീസ് വാക്സിൻ അടക്കം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ സേവനം പൂർണ്ണമായിട്ടും ഈ കാര്യത്തിന് വേണ്ടിയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അടിയന്തരമായി ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം എന്നാണ്. പട്ടിയെ മുഴുവൻ പിടിച്ച് കൊല്ലാനല്ല, പക്ഷേ അക്രമാസക്തമായി വരുന്ന പട്ടികളുടെ എണ്ണം കുറക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ABC ബർത്ത് കൺട്രോൾ ഫലപ്രദമായിട്ട് കേരളത്തിൽ നടക്കണം. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും ഫലപ്രദമായി ബർത്ത് കൺട്രോൾ നടന്നിട്ടുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ നടത്തിയ പ്രഖ്യാപനം പോലല്ല, അത് ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. വെറുതെ മൃഗസ്നേഹം പറഞ്ഞതുകൊണ്ടോ വെറുതെ മൃഗവിരോധം പറഞ്ഞതുകൊണ്ടോ ഇതിനെ സമീപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രായോഗികതയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത്. പ്രായോഗികമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വെറുതെ നമ്മളിങ്ങനെ തത്വശാസ്ത്രമൊന്നും പറഞ്ഞതുകൊണ്ടായില്ല. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെയും അതുപോലത്തെ പാവപ്പെട്ട തെരുവിലൂടെ നടക്കുന്ന മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടപെട്ടേ മതിയാവുകയുള്ളൂ. അങ്ങനെ വെറുതെ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ തെരുവിലൂടെ നടക്കുന്ന പട്ടിയെ കൊന്നു രസിക്കാനൊന്നും ഈ നാട്ടിൽ ആരും അങ്ങനെ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ ഇപ്പോൾ പട്ടികളെ ഇല്ലാതാക്കണമെന്നുള്ള വികാരം ഉണ്ടായിട്ടുള്ളത് ഇത്ര പൈശാചികമായ. പക്ഷേ മിനിസ്റ്റർ ഈ പറഞ്ഞ ഇന്ന് പുറപ്പെടുവിച്ച ഈ സർക്കാർ നിലപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയപ്പാടുണ്ടോ ഈ മുന്നോട്ട് വച്ച നിർദ്ദേശത്തെ ആരെങ്കിലുമൊക്കെ? കാരണം കൊന്നൊടുക്കാം പട്ടികളെ എന്ന നിലപാടിലേക്ക് ആരെങ്കിലും പൊതുജനങ്ങൾ കൂടി വന്നേക്കാമെന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയൊന്നും വരില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുക. അല്ല വഴിയെ പോകുന്നവരെല്ലാം പട്ടിയെ പിടിച്ച് കൊല്ലണമെന്നൊന്നും മിനിസ്റ്ററും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് അക്രമവാസന അത് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ. അത് കാണിക്കുമ്പോൾ ആ സമയത്ത് എന്താണ് നടപടി എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നിയമത്തിൽ കൂടി ഊന്നിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിൽ വളരെ ശരിയായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പട്ടികളെ മുഴുവൻ വന്ധ്യംകരിച്ചുകൊണ്ട് പട്ടികളുടെ ബ്രീഡിങ് കുറച്ച് പട്ടികളുടെ എണ്ണം കുറക്കുക എന്നുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള ABC കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനാവശ്യമായ പ്രായോഗിക പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോക്കൗട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇന്നലത്തെ യോഗത്തിൻ്റെ തീരുമാനമായിട്ട് വന്നിട്ടുള്ളത്. ഒപ്പം അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പറഞ്ഞു. അത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഇപ്പം എല്ലാവരും നിയമം കയ്യിലെടുത്തിട്ട് ഇത് വേറെ എന്താ ആളുകൾക്ക് മറ്റു ജോലികളില്ല ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ചെയ്തേ മതിയാവുകയുള്ളൂ. അത് കുഞ്ഞുങ്ങളുടെ അടക്കം ജീവൻ രക്ഷിക്കാനുള്ള കാര്യമാണെന്നുള്ളതാണ്. അതേസമയത്ത് പട്ടിയെ നന്നായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർ അതിനെ ആ രീതിയിൽ വളർത്തണം. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. തെരുവിലേക്ക് ഇറക്കി വിടലല്ല, അവനവൻ്റെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള സമീപനം കൂടി മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടിയാണ്. വ്യക്തമാണ്. വളരെ നന്ദി ടീച്ചർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി നഗരസഭയും അടക്കം ഏത് രീതിയിൽ സർക്കാർ നിലപാടിനെ സ്വീകരിക്കും എന്ന കൂടി ചർച്ച പരിശോധിക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീമതി രാഖി രവികുമാർ, ഇതുവരെ ഈ മേനകാ ഗാന്ധിയുടെ വാക്കുകളൊക്കെ തന്നെ അതിലൊക്കെ കയറി പിടിച്ചുകൊണ്ട് ഇതുവരെ നഗരസഭയ്ക്ക് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ബാധ്യതയുണ്ട്. ഈ ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ പ്രഖ്യാപിച്ച നിലപാടിനെ അത് പ്രായോഗികതലത്തിൽ കൂടി എത്തിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. പക്ഷേ പല ചോദ്യങ്ങളും നേരത്തെ രാഗി തന്നെ ഉയർത്തുകയും ചെയ്തു. എന്താണ് ഇനി ചെയ്യേണ്ടത്? സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിനൊപ്പം നഗരസഭകൾക്കുള്ള അത് നിറവേറ്റേണ്ട ബാധ്യതയെ എങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കും? നഗരസഭയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും സർക്കാർ നൽകാൻ തയ്യാറായ ഈ സാഹചര്യം എല്ലാ നഗരസഭകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെയും അഭിപ്രായം. തിരുവനന്തപുരം നഗരസഭ ഇത് ഏറ്റെടുത്ത് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ കണക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയും അത് ചെയ്തു എന്നുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ
സർക്കാർ നിർദ്ദേശിക്കുന്നതിന് വളരെ മുൻപിനാലെ തന്നെ ഇതിന് കൂടുതൽ ആക്കം കൂട്ടുവാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ തന്നെ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നന്നായി നടപ്പിലാക്കി. മുനിസിപ്പാലിറ്റി ആക്ട് നേരത്തെ ബർത്ത് കൺട്രോൾ റൂൾസ് വരുന്നതിന് മുൻപ് തന്നെ പട്ടിയെ കൊല്ലാൻ നമുക്ക് അനുവദനീയമായിരുന്നു. പക്ഷേ അതിനുശേഷം നിയമം മൂലം ബർത്ത് കൺട്രോൾ റൂൾസ് വന്നതിന് ശേഷം നമുക്ക് ബർത്ത് കൺട്രോൾ സിസ്റ്റം മാത്രം, വന്ധീകരണം മാത്രം നടപ്പിലാക്കാനേ അനുവദിക്കുന്നുള്ളൂ. ഫെറോഷ്യസ് ആയതിനെ മാത്രമേ കൊല്ലാൻ അനുവദിക്കുന്നുള്ളൂ. ഇത് രണ്ടും വേർതിരിച്ച് തന്നെ നഗരസഭ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ചില സമയങ്ങളിൽ ഈ ഫണ്ടിന്റെ അപര്യാപ്തതയാണോ നിയമപ്രശ്നമാണോ? അതെ, ഈ ഇടസമയങ്ങളിൽ മുടക്കം വരുന്നത് ചിലപ്പോൾ ഫണ്ടിന്റെ അപര്യാപ്തത ഉണ്ടാവാം. കാരണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പിന്നെ ഓൺ ഫണ്ട് എടുത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പ്ലാൻ ഫണ്ടുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന തുക ചിലപ്പോൾ കുറച്ച് നാൾ തികയാതെ വരും. അപ്പോൾ അടുത്ത ഒരു പ്രോജക്റ്റ് വെക്കുന്നത് വരെ ചിലപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതെൻ്റെ തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല, മുഴുവൻ പഞ്ചായത്തിലും ഒക്കെ ആ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതിന് മതിയായ രീതിയിലുള്ള ഫണ്ടുകൾ തരാമെന്ന് ഈ സമയം ഇത്ര വാഗ്ദാനം നൽകുമ്പോൾ സ്വാഭാവികമായും എല്ലാ നഗരസഭകൾക്കും ഈ ഇച്ഛാശക്തി തുടർന്ന് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇനി നേരത്തെ തന്നെ നമ്മുടെ ശൈലജ മിനിസ്റ്റർ പറഞ്ഞതുപോലെ സ്ലോട്ടർ ഹൗസുകൾ ഇല്ലാത്തത്, നല്ല സ്ലോട്ടർ ഹൗസ് ഇല്ലാത്തത് വലിയ വിഷയമാണ് എന്ന് പറഞ്ഞു. ഈ നഗരസഭ വന്നതിന് ശേഷം നമ്മൾ സ്ലോട്ടർ ഹൗസ്, നമ്മുടെ അറവുശാല പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിന് 23 കോടി രൂപയുടെ പ്രോജക്റ്റ് അതും അംഗീകരിച്ച് അതിൻ്റെയും ഈ ടെൻഡർ നടപടികളുടെ ഭാഗമായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നഗരസഭ ഇതെല്ലാം തന്നെ നമുക്കറിയാം, നഗരസഭയിൽ ഏറ്റവും വലിയ വിഷയം മാലിന്യ പ്രശ്നം, അതിനുശേഷം മാലിന്യ പ്രശ്നത്തിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജയേഷ്, ഇവിടെ സംസ്ഥാന സർക്കാർ എല്ലാവരും, കാരണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നേറ്റ് വരേണ്ട സാഹചര്യമാണോ? നമ്മൾ വലിയൊരു പാഠങ്ങളൊക്കെ പിന്നിട്ട് കഴിഞ്ഞിട്ട് കൂടി പല സാങ്കേതിക തത്വങ്ങളിലും തട്ടി അല്ലെങ്കിൽ മനഃപൂർവ്വമോ മുന്നോട്ട് പോവുകയായിരുന്നു. ഇനി ഒരു മാറ്റം ഏത് രീതിയിൽ വേണം സർക്കാരിൻ്റെ ഇത് നിലപാടിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്? തീർച്ചയായിട്ടും പ്രജീഷ്, അതിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയല്ല ഇവിടുത്തെ വിഷയം, കേരളം ഒട്ടുക്കുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ കേരളത്തിൽ എന്താണ്, ഇവിടെ മൃഗസ്നേഹികൾ ധാരാളമുണ്ട്. ഇതിനെയൊന്നും നമ്മൾ കൊന്നൊടുക്കുന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് പേവിഷബാധയായിട്ടുള്ള എല്ലാ നായ്ക്കളെയും കൊന്നൊടുക്കുക തന്നെ വേണം, അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പുതുതായി തന്നെ മേനകാ ഗാന്ധിയുടെ കീഴിൽ തന്നെ ഒരു പ്രത്യേക ഒരു സംഘടന തന്നെ എൻജോയ്സ് രൂപപ്പെട്ട് അതിൽ തന്നെ കേരളത്തിലെ സെലിബ്രിറ്റീസ്, ഇവിടെ നായ്ക്കളെ സ്നേഹിക്കുന്ന ഇവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒരു സൊസൈറ്റി അങ്ങ് രൂപീകരിച്ചിട്ട് അതിനൊരു ഫണ്ട് കേന്ദ്രം അങ്ങ് അനുവദിക്കണം. ആ ഫണ്ട് അനുവദിച്ചിട്ട് ഇവർക്കൊരു സ്ഥലം കണ്ടെത്തണം. ഇവർ ഈ തെരുനായ്ക്കളെ മുഴുവൻ അവിടെ കൊണ്ട് സംരക്ഷിക്കണം. ഒരു കാരണവശാലും റോഡിൽ അലഞ്ഞിരിഞ്ഞ് നടക്കാൻ പാടില്ല. അതോടൊപ്പം ഈ അടുത്ത ദിവസം ഉണ്ടായ കാര്യം പറയാം. തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ കുടുംബശ്രീ എന്ന് പറയുന്ന യൂണിറ്റ്, ഞാനും എൻ്റെ പ്രിയങ്കരായ ശ്രീ വിനുഗിരത്ത്, അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ച, രാവിലെ കുടുംബശ്രീ യൂണിറ്റുകാർ അവർ വരുന്ന ഈ ചോറും മറ്റ് വേസ്റ്റുകളെല്ലാം കൂടെ അവിടെ റോഡിൽ തന്നെ ഇട്ട് ഈ പട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ പട്ടി വയലൻ്റാകാതിരിക്കും? അതിൽ ഏതാണ് പേ പിടിച്ച പട്ടി, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നല്ല പട്ടി എന്ന് തിരിച്ചറിയാൻ പറ്റുമോ? അത് വലിയൊരു ബൃഹത്തായ ഒരു മേഖല തന്നെയാണ് മാലിന്യ സംസ്കരണം. അത് കൂടി ഇതിൽ ചേർക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി.